പ്രിയമുള്ളവരെ, വചനജ്വാല 1395 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 26 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 26 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ 9 അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജ്ഞാനവും മൗഢ്യവും. ജ്ഞാനം തന്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു. അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞ് കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരികമാരെ അയച്ചിരിക്കുന്നു. അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവിൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവിൻ. ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവിൻ. അറിവിന്റെ പാതയിൽ സഞ്ചരിക്കുവിൻ. പരിഹാസവനെ തിരുത്തുന്നതിനെ ശകാരം കിട്ടും. ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവനെ ക്ഷതമേൽക്കേണ്ടി വരും. പരിഹാസകനെ കുറ്റപ്പെടുത്തരുത്, അവൻ നിന്നെ വെറുക്കും. വിവേകിയെ കുറ്റപ്പെടുത്തുക, അവൻ നിന്നെ സ്നേഹിക്കും. വിവേകിയെ പ്രബോധിപ്പിക്കുക, അവൻ കൂടുതൽ വിവേകിയായി തീരും. നീതിമാനെ പഠിപ്പിക്കുക, അവൻ കൂടുതൽ ജ്ഞാനിയാകും. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും. നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്കു തന്നെ. നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. ഭോഷത്വം വായാടിയാണ്, അവൾ ദുർവൃത്തയും നിർലജ്ജയുമത്രേ. അവൾ വാതിക്കൽ ഇരുപ്പുറപ്പിക്കുന്നു. നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങൾ തന്റെ ഇരിപ്പിടമാക്കുന്നു. വഴിയെ നേരെ പോകുന്നവരോട് അവൾ വിളിച്ചു പറയുന്നു, അല്പബുദ്ധികളെ ഇങ്ങോട്ട് കയറി വരുവിൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ്. എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളോട് അതിഥികൾ പാതാള ഗർത്തങ്ങളിലാണെന്നോ അവനുണ്ടോ അറിയുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ യോഹന്നാനെയും പൗലോസിനെയും മെത്രാനായ വിശുദ്ധ ആന്തൽമൂസിനെയും അനുസ്മരിക്കുന്ന പൊൻ ദിവസമാണ്. മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയിലെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥരായിരുന്ന വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസും ജൂലിയൻ ചക്രവർത്തി ക്രിസ്തുമതം ഉപേക്ഷിച്ച് വിജാതി ആരാധനയ്ക്കിലേക്ക് മടങ്ങി താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാക്കി. താൻ കുഴിച്ച കുഴിയിൽ വീണ് അദ്ദേഹം മരിച്ചു. ക്രൂരനായ റോമൻ പ്രീഫെക്റ്റിന്റെ കീഴിൽ ചോര ചിന്തി യോഹന്നാനും പൗലോസും മരിക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് കാർത്തൂസിയൻ സഭയുടെ സ്ഥാപകനായ മെത്രാനായിരുന്ന
വിശുദ്ധ ആന്തൽമൂസിനെയും അനുസ്മരിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ പുരോഹിതാഭിഷേകം സ്വീകരിച്ച സവോയിലെ ഒരു കുലീന വ്യക്തിയാണ് ആന്തൽമൂസ്. യാദൃശ്ചികമായി അദ്ദേഹം പോർട്ടസിലുള്ള ചാർട്ടർ ഹൗസിൽ പോയി സന്യാസികളുടെ കൂടെ താമസിക്കാനിടയായി. 1169 അദ്ദേഹം ആ വലിയ ചാർട്ടൂസിലെ പ്രിയൂരായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടാണ് കാർത്തൂസിയൻ സഭ ഒരു പ്രത്യേക സഭയായി രൂപം കൊണ്ടത്. അല്ലെങ്കിൽ അത് ബെനഡിക്റ്റൻ സഭയുടെ ഒരു ഭാഗമായി മാത്രം പര്യവസാനിക്കുമായിരുന്നു. മാർപ്പാപ്പയുടെ നിർബന്ധത്താൽ 1163 ആന്തൽമൂസ് ബെല്ലി രൂപതയുടെ മെത്രാൻ സ്ഥാനം സ്വീകരിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹം എത്രയും പ്രിയങ്കരനായി തീർന്നു. തന്നിമിത്തം അദ്ദേഹത്തിന്റെ മരണശേഷം ആ സ്ഥലത്തിന്റെ പേര് ആന്തൽമോ പോലീസ് എന്നായി. ഹെൻറി രണ്ടാമനും വിശുദ്ധ തോമസ് ബക്കറ്റും തമ്മിലുള്ള തർക്കം തീർക്കാൻ ബിഷപ്പ് ആന്തൽമൂസിനെ മാർപ്പാപ്പ അയച്ചു നോക്കി. അതിൽ അദ്ദേഹം വിജയിച്ചില്ല. മെത്രാനായിരിക്കുമ്പോഴും അദ്ദേഹം പലപ്പോഴും ചാർട്ടർ ഹൗസ് സന്ദർശിക്കുമായിരുന്നു. 15 വർഷത്തെ വാഴ്ചയ്ക്ക് ശേഷം 73-ാമത്തെ വയസ്സിൽ ആന്തൽമൂസ് തൻ്റെ നിത്യസമ്മാനം വാങ്ങാനായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, ധീരരക്തസാക്ഷികളായ വിശുദ്ധ യോഹന്നാനെയും പൗലോസിനെയും മെത്രാനായിരുന്ന വിശുദ്ധ ആന്തൽമൂസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.